കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോടികൾ ചിലവിട്ട് വാങ്ങിയ KSRTC ബിസിനസ് ക്ലാസ് ബസ്സുകൾ കട്ടപ്പുറത്ത്. അത് ശരി. അപ്പൊ അതും തീരുമാനമായി. എന്ത്? അല്ല, പറഞ്ഞും അറിയുകയും ചെയ്യാതെ അതും തീർന്നു കിട്ടി. ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടും സർവീസ് ആരംഭിച്ചിട്ടില്ല. രജിസ്ട്രേഷൻ നടപടി പൂർത്തിയായില്ല എന്നാണ് KSRTCയുടെ വിശദീകരണം. കോടികൾ ചിലവഴിച്ച് KSRTC വാങ്ങിയ 2 ബിസിനസ് ക്ലാസ് ബസ്സുകളുടെ ഉദ്ഘാടനം നടന്നത് ഈ കഴിഞ്ഞ ഏപ്രിലിൽ. രാജ്യത്താദ്യമായാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബിസിനസ് ക്ലാസ് ബസ് അവതരിപ്പിച്ചത്. എന്താ ഒരു തീപ്പൊരിയ രോമാഞ്ചം കണ്ടിട്ട് രോമാഞ്ചം. ബസ്സുകൾക്കുള്ളിൽ ശുചിമുറി മുതൽ ഡിജിറ്റൽ സ്ക്രീനുകൾ വരെയുള്ള അത്യാധുനിക സൗകര്യങ്ങളാണ് യാത്രക്കാർക്കായി ഒരുക്കിയിരുന്നത്. നീ ആള് കൊള്ളാലോടാവേ. അത്യാധുനിക സൗകര്യങ്ങളുള്ള ബസ് അവതരിപ്പിച്ചതിന് പിന്നിലെ ലക്ഷ്യം കാർ യാത്രക്കാരെ ബസ്സിലേക്ക് മടക്കിക്കൊണ്ടുവരലായിരുന്നു. ഈ ബസ്സുകൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ദിനേന സർവീസ് നടത്തുമെന്നായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ച അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഉറപ്പ്. ഇപ്പൊ നമ്മൾ ഒരു വണ്ടി ഇവിടുന്ന് തുടങ്ങും 5:30 രാവിലെ, അവിടുന്ന് 5:30 ഇങ്ങോട്ടും തിരിക്കും. അപ്പോൾ വൈകിട്ട് 5:30 വണ്ടി തിരിച്ച് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കും വിടും. അപ്പോൾ രാത്രി ആവുന്നതിന് മുമ്പ് എല്ലാവർക്കും വീട്ടിലെത്താം. റോഡ് ശരിയായി കഴിഞ്ഞാൽ എറണാകുളത്തേക്ക് വണ്ടി ഒരു 3.5-4 മണിക്കൂർ കൊണ്ട് വണ്ടി എത്തും. 5:30 തിരിച്ചാൽ 4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. 9:10 മണിക്കുമ്പോൾ വണ്ടി അവിടെ എത്തത്തക്കതിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെറുതെ അല്ല ഇങ്ങനെ വെളുത്ത് തുടുത്ത് നിൽക്കണേ, ഒടുക്കത്തെ ബുദ്ധിയല്ലേ എന്റെ ചേട്ടായി. സമ്മതിച്ച് കൊള്ളാം. ഈ റോഡിൻ്റെ പണി പൂർത്തിയായാൽ തൃശ്ശൂർ വരെ പോകാൻ പറ്റും. ഒരു 5 മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ എത്താൻ കഴിയും. 5-5.5 മണിക്കൂർ കൊണ്ട് തൃശ്ശൂർ എത്താൻ കഴിയും. ഇവനാള് കൊള്ളാലോ. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും ബസ് സർവീസ് ആരംഭിച്ചിട്ടില്ല. ഇപ്പോഴും കട്ടപ്പുറത്ത് തുടരുന്ന ബസ് പാപ്പനംകോട് സെൻട്രൽ വർക്ക്ഷോപ്പിൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കോടികൾ ചിലവഴിച്ചു വാങ്ങിയ ബസ് സർവീസ് നടത്താതെ മാസങ്ങളോളം ഗ്യാരേജിൽ കിടന്നതിലൂടെ KSRTCക്കുണ്ടായ നഷ്ടം കോടികളാണ്. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകാത്തതാണ് സർവീസ് തുടങ്ങാൻ തടസ്സമെന്നാണ് KSRTCയുടെ വിശദീകരണം. എന്നാൽ രജിസ്ട്രേഷൻ നമ്പർ അടക്കം പതിച്ച വാഹനത്തിനാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായില്ലെന്ന വാദം അധികൃതർ ഉന്നയിക്കുന്നത്. സൂപ്പർ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. ഞാൻ പോകുന്നു. ബൈ ബൈ.